ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം പ്രസിഡൻ്റായിട്ടുള്ള PTP സാജിദ സാഹിബയാണ്. അതുപോലെ വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഫസ്നാൻ മിയാൻ സാഹിബ, ജമാഅത്തെ ഇസ്ലാമിയുടെ റിസർച്ച് വിങ് ആയിട്ടുള്ള CSRയുടെ ഡയറക്ടർ TK മുഹമ്മദ് ഇക്ബാൽ സാഹിബാണ്. എല്ലാവരെയും ഞാൻ ഹാർദവപൂർവ്വം ഈ ഒരു സെഷനിലേക്ക് ക്ഷണിച്ചു. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ സൂറ മുജാദില എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ അതിൻ്റെ അർത്ഥം? തർക്കിക്കുന്നവൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വഴിയിൽ തടഞ്ഞു നിർത്തുന്ന ഒരു സ്ത്രീ. അപ്പോൾ സമയം ലേറ്റ് ആവുന്ന കണ്ടിട്ട് കൂടുതൽ ആളുകൾ പറഞ്ഞു, ഒരു പെണ്ണിൻ്റെ വർത്തമാനം കേട്ടിരിക്കുകയാണോ ഉമറെ? എന്താണ് ആ സ്ത്രീനോട് ഇങ്ങനെ സംവദിക്കാൻ മാത്രമുള്ളത്? അപ്പോൾ അദ്ദേഹം കൊടുത്തൊരു മറുപടി ഉണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ചത്? അത് ആരോടെ സംസാരിക്കുന്നെന്ന് വിചാരിച്ചത്? 7ാം ആകാശത്തേക്ക് അള്ളാഹു അവരുടെ പരാതി കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ഉമറെങ്ങാനും അവരെ കേൾക്കാതെ പോവുകയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് അവർ നബിയുടെ അടുത്ത് തൻ്റെ ഭർത്താവുമായുള്ളൊരു വിഷയം വന്ന് സങ്കടം ബോധിപ്പിക്കുന്ന സമയത്ത് അത് പടച്ചോൻ കേട്ട് ലോകാവസാനം വരെ നമ്മൾ പാരായണം ചെയ്ത വിശുദ്ധ ഗ്രന്ഥത്തിൽ അവരുടെ പേരും നൽകിക്കൊണ്ട് സംവിധാനിച്ചൊരു സിസ്റ്റത്തെയാണ്. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇസ്ലാം എത്ര പദവി സ്ത്രീക്ക് നൽകുന്നു, സമൂഹം അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നിങ്ങളോട് അതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ എവിടെയാണ് വരുന്നത്, മുസ്ലിം സ്ത്രീ ഖുർആനിൽ എങ്ങനെ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിൽ എങ്ങനെയാണ്, നമ്മുടെ സമൂഹത്തിൽ അതിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതിനായി സാജിദ സാഹിബയെ ക്ഷണിച്ചോളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബതൻ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. സ്വദഖല്ലാഹ്. പ്രിയമുള്ള സഹോദരിമാരെ, ഇസ്ലാമിലെ സ്ത്രീ എന്നുള്ളത് എന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ പൊതുബോധം എത്രമാത്രം ഇസ്ലാം വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് മുസ്ലിം സ്ത്രീയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ എന്ന് പറയുന്നത്. രാവിലെ മുതലുള്ള വർത്തമാനങ്ങളിലൊക്കെ എത്രമാത്രം മുസ്ലിം സ്ത്രീ നമ്മുടെ പൊതുബോധത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഓരോ ഐക്കണുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സ്ത്രീകളെ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും അടിച്ചമർത്തലിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടെയുള്ള മതേതര പൊതുബോധം വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരുപാട് കപട മതേതര മുഖങ്ങൾ നമുക്ക് ചുറ്റും കറങ്ങിത്തിരിക്കുന്നുമുണ്ട്. ഈ അർത്ഥത്തിൽ ഇങ്ങനെ നമ്മുടെ സാഹചര്യത്തെയും സന്ദർഭത്തെയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഇസ്ലാമിലെ സ്ത്രീ ആരാണ് എന്ന് പേർത്തും പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാമിലെ സ്ത്രീ പ്രതിനിധാനത്തെ ക്യാമ്പസുകളിലും പൊതുസമൂഹത്തിലും വളരെ വ്യക്തമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ സ്ത്രീ? 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിശുദ്ധ ഖുർആനിൻ്റെ അവതീർണം പൂർത്തിയാക്കുമ്പോൾ ഒരു സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന, ഒരു വിലയും കൽപ്പിക്കാതിരുന്ന, ജനിക്കാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു വിഭാഗത്തെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയും അതിനനുസരിച്ച് 23 വർഷക്കാലം കൊണ്ട് സ്ത്രീകളുടെ ഈമാനിനെ ഉയർത്തുന്ന, ഇസ്സത്തോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന മുസ്ലിം സ്ത്രീക്ക് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കോണുകളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എങ്ങനെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാമെന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം 23 വർഷക്കാലം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രൂപപ്പെടുത്തിയെടുക്കുകയുണ്ടായി. ചരിത്രത്തിൽ ഇന്നേ വരെ അതിന് ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമുള്ള പല നാഗരിക പുരോഗതി ലഭിച്ച സമൂഹം
അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് ഉന്നതി നേടിയ സമൂഹം എന്ന് നമ്മൾ വീമ്പ് പറയുന്ന പല സമൂഹങ്ങളിൽ പോലും സ്ത്രീ എന്നുള്ളത് മനുഷ്യനാണോ, അവൾക്ക് ആത്മാവുണ്ടോ, അവൾക്ക് വോട്ടവകാശമുണ്ടോ, സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളൊക്കെ നടത്താൻ മാത്രമുള്ള ബുദ്ധിശക്തി സ്ത്രീക്കുണ്ടോ എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാലത്തിന് എത്രയോ മുമ്പ് തന്നെ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതാണ് എന്ന് മുസ്ലിം സ്ത്രീ അവളുടെ ആ അഭിമാനത്തോടുകൂടി ഒരു സ്ത്രീത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവൾക്ക് ഇവിടെ ജീവിക്കാനുള്ള മുഴുവൻ അവകാശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് വകവെച്ച് തന്നിട്ടുണ്ട്. അതിലൊരു ആയത്താണ് ഞാനിവിടെ ഓതിയത്, സൂറത്തുൻ നഹ്ലിലെ ആയത്ത്. നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ആയത്തുകളാണ്. ആണാവട്ടെ പെണ്ണാവട്ടെ, നിങ്ങൾ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്നത് ആരായാലും തീർച്ചയായും നാം അവർക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകുകയും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായതിനനുസൃതമായ പ്രതിഫലം നാം അവർക്ക് നൽകുന്നതാണ് എന്നാണ് ആ ആയത്തിൻ്റെ വിശദീകരണം. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ധാരാളം ആയത്തുകൾ നമുക്ക് വീണ്ടും കാണാൻ കഴിയും. ആണാവട്ടെ പെണ്ണാവട്ടെ, ആരാണോ അമലുസ്വാലിഹാത്ത് പ്രവർത്തിക്കുന്നത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, അവരുടെ പ്രതിഫലത്തിൽ ഒരു കുറവും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുകയില്ല. അവരോട് ഒരു വിധത്തിലുള്ള അനീതിയും അല്ലാഹു കാണിക്കുകയില്ല. അവർക്ക് അല്ലാഹു പ്രതിഫലം പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതാണ്, ഈ ഒരു ആയത്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ സ്ത്രീ അവൾക്ക് കർമ്മമണ്ഡലത്തിൽ ഒരു മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ അടയാളപ്പെടുത്താനുള്ള വലിയ തുറസ്സുകളും സാധ്യതകളും തുറന്നു തരുന്ന, നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയ പ്രചോദനമേകുന്ന ഒരു ആയത്ത് എന്ന് പറയുന്നത്. പക്ഷെ പൊതുബോധത്തിൽ നമ്മൾ തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയുള്ള മുസ്ലിം സ്ത്രീകളുടെ തന്നെ ചില തെറ്റായ പ്രതിനിധാനങ്ങൾ കാരണം, അല്ലെങ്കിൽ ഇസ്ലാം അവൾക്ക് വകവെച്ചു കൊടുത്തിരുന്ന അവകാശങ്ങളെ അത് അനുഭവിക്കാതെ അവനവനിലേക്ക് മാത്രം ചുരുങ്ങി നിന്ന് ചില പൗരോഹിത്യ മതങ്ങൾ പഠിപ്പിച്ച തെറ്റായ ജീവിത കാഴ്ചപ്പാടുകൾ കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഇരുളടന്ന ഒരു ലോകമാണ് സമൂഹത്തിന് മുന്നിലേക്ക് പ്രതിഫലിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരാണ് ഇസ്ലാമിലെ സ്ത്രീ, മുസ്ലിം സ്ത്രീ എന്തായിരുന്നു എന്നൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സാമൂഹിക അവസ്ഥ, സന്ദർഭം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അത് നമ്മുടെ മതത്തിനെ സംബന്ധിച്ചിട്ടുള്ള തെറ്റായ ചില പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവരെ ചൂഷണം ചെയ്യുവാനും അടിച്ചമർത്തുവാനും അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ ചില കുഴപ്പങ്ങളും നാശങ്ങളുമൊക്കെ ഉണ്ടായിത്തീരും എന്നുള്ള പൗരോഹിത്യ മതത്തിൻ്റെ ചില നിലപാടുകളിൽ നിന്നുണ്ടായ ഒരു തെറ്റായ വീക്ഷണമായിരുന്നു. ആ വീക്ഷണത്തിൻ്റെ അനന്തരഫലമാണ് യഥാർത്ഥത്തിൽ നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്യാമ്പസുകളിലും പൊതുസമൂഹത്തിലും ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിലുള്ള പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഇസ്ലാമിലെ സ്ത്രീ ആരാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക സുന്നത്തിൽ നിന്നും അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന് GIU മുന്നോട്ട് വെക്കുന്ന അപ്ഹോൾഡ് ഈമാൻ, അപ്ലിഫ്റ്റ് ഇസ്സ എന്ന് പറയുന്ന ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്സത്തോടുകൂടി ഈ ഒരു ദർശനത്തെ, ഈ ഒരു ആശയത്തെ, ഈ ഒരു ആദർശത്തെ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്കപ്പുറം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രചിച്ചെടുത്തൊരു സമൂഹമുണ്ട്. അത്തരം കഥകളൊക്കെ, ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. രാവിലെ മുതൽ നമ്മൾ അതിലെ പല കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ, മുസ്ലിം സ്ത്രീകൾ അവർ ഒരു പടപൊരുതുവാനും സാമൂഹ്യ സേവന മേഖലകളിലും പൊതുസമൂഹത്തിൽ അങ്ങാടികളിൽ മാർക്കറ്റുകളിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്തും യുദ്ധമുഖത്ത് പോലും സേവന പ്രവർത്തനങ്ങളിലും യുദ്ധത്തിൽ മുന്നിൽ നിൽക്കാനുമൊക്കെ തന്നെ അവരുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചരിത്രം നമുക്കറിയാം. ചരിത്രത്തിൻ്റെ വിശദമായ സംസാരത്തിലേക്ക് പോയിട്ട് ഞാൻ സമയം കളയുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്ന പാഠങ്ങളാണ്. അപ്പോൾ ഈ മാതൃകകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ ഇസ്ലാമികമായിട്ടുള്ള പാഠങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും പ്രവാചക സുന്നത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രൂപീകരിച്ച ഒരു സമൂഹവും നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ എന്തുകൊണ്ട് ഇസ്ലാമിനെ ഇസ്സത്തോടുകൂടി ഏറ്റെടുത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവെ മുസ്ലിം സ്ത്രീ ഇന്ന് പലപ്പോഴും മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പുരോഗതി നേടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിമാനകരമായിട്ടുള്ള നേട്ടമുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെയും മുസ്ലിം സ്ത്രീ അവിടം വരെ എത്തിയോ എന്നുള്ള അത്ഭുതവാചകങ്ങളാണ് പലപ്പോഴും നമുക്ക് പൊതുസമൂഹത്തിൽ നിന്ന് കാണാൻ സാധിക്കുക.
അപ്പം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ മുസ്ലിം സ്ത്രീക്ക് ഇതൊന്നും അർഹതപ്പെട്ടതല്ല, അവൾ ഇതൊന്നും നേടിയെടുക്കേണ്ടതല്ല എന്ന തെറ്റായ പൊതുബോധത്തിൽ നിന്നുണ്ടാകുന്ന ചില സംഗതികളാണ്. പ്രമാണങ്ങളെ പഠിക്കണം, മനസ്സിലാക്കണം എന്ന് പറഞ്ഞത് ഒരു 10 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് തീരാത്തൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാത്തത്. നിങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ പല വിഷയങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടമാണല്ലോ ഇത്. അതിൻ്റെ ഇടയിൽ, ആ പഠനത്തിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും ഇതിനുള്ള ഒരു സ്പേസ് കൂടി നിങ്ങൾ കണ്ടെത്തണം. ഇസ്ലാമിലെ സ്ത്രീ ആരാണെന്ന് നമ്മൾ സ്വയം പഠിക്കുകയും അതിനനുസരിച്ചുള്ള ബോധ്യങ്ങൾ നമുക്കുണ്ടാക്കിയെടുത്താൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് തീർത്തും ഇസ്ലാം വിരുദ്ധമായ ലൈംഗിക അരാജകത്വങ്ങൾ നടക്കുന്ന, സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള പല ചിന്താഗതികളും പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പല ചിന്താഗതികളിലും ക്യാമ്പസുകളിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിലെ സ്ത്രീ ആരാണെന്നും എന്താണ് ഇസ്ലാം എന്നും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് ക്യാമ്പസുകളിൽ പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസകരമായിരിക്കും. ആ നിലക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കുകയും പഠിക്കുകയും അറിയുകയും അതിൻ്റെ പ്രമാണങ്ങളിൽ നല്ല ആത്മാർത്ഥമായിട്ട് അതിൻ്റെ പ്രമാണങ്ങളിൽ അടിയുറച്ചുകൊണ്ടുള്ള ചില പഠനങ്ങൾ നമ്മൾ നേടിയെടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ ഉറച്ചു നിൽക്കുവാനും ഇതിൽ അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകുവാനും ഉയരങ്ങൾ താണ്ടുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. സാജിദ സാഹിബ സൂചിപ്പിച്ച പോലെ പലപ്പോഴും ഇസ്ലാമിലെ സ്ത്രീ എന്താണെന്ന് അറിയാത്തതാണ് ക്യാമ്പസുകളിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് കെൽപ്പില്ലാതെ പോകുന്നത്. മറ്റു മതങ്ങളിലും മറ്റു വ്യവസ്ഥിതികളിലും എങ്ങനെയാണ് ഇസ്ലാമിനെ പറയുന്നതൊന്നും നമ്മൾ കൂടുതൽ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ ബഹുഭാര്യത്വം അത് നമുക്ക് മാത്രം ഒരു പ്രശ്നമാണല്ലോ അല്ലെ, തൊലാക്ക് അത് നമ്മൾ മാത്രമാണല്ലേ, അല്ലെങ്കിൽ അനന്തരാവകാശം, അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇസ്ലാം ഇത് ഭയങ്കര സ്ത്രീകളെ അടിച്ചമർത്തലാണല്ലേ നമുക്ക് തോന്നിപ്പോകുന്നത് പലപ്പോഴും അടിസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് വായനകൾ കുറയുന്നതിൻ്റെ ഒരു കാരണമാണ്. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇക്ബാൽ സാഹിബിനോടാണ്. അതായത് ഇതര മതങ്ങളിലും പ്രത്യയ ശാസ്ത്രങ്ങളിലും സ്ത്രീയെ എത്രത്തോളം പവിത്രമായ ഒരു സംഗതിയായിട്ടാണോ കണക്കാക്കുന്നത്, അതുപോലെ ഫെമിനിസം എന്നതിനെ പലപ്പോഴും ഒരു വളരെ നിരുപദ്രവകാരിയായിട്ടുള്ള ഒരു സംഗതിയായിട്ട്, ഞാൻ ഒരു മുസ്ലിം ഫെമിനിസ്റ്റാണ് എന്നൊക്കെ അഭിമാനപൂർവ്വം പറയുന്ന രീതിയിലേക്ക് കുട്ടികളെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഫെമിനിസത്തിൻ്റെ രാഷ്ട്രീയം, അതുപോലെ മറ്റ് പ്രത്യയ ശാസ്ത്രങ്ങൾ എങ്ങനെയാണ് സ്ത്രീകളെ നോക്കി കാണുന്നത്, ഈ ഒരു വിഷയത്തിൽ ഇക്ബാൽ സാഹിബ് കുറച്ച് സംസാരിക്കണം. ഈ കുറഞ്ഞ ഈ സമയത്തിനുള്ളിൽ ഇതര മതങ്ങളിലെ സ്ത്രീ ഫെമിനിസത്തിൻ്റെ സൈദ്ധാന്തിക വശങ്ങളൊന്നും പരിശോധിക്കാനുള്ളൊരവസരമല്ല ഇവിടെ ഉള്ളത്. ഈ ഡിസ്കോഴ്സോ മുസ്ലിമ എന്നാണ് ഈ സമ്മേളനത്തിൻ്റെ ഒരു പേര്. മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങളൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ മുസ്ലിം സ്ത്രീ, മുസ്ലിമ എന്ന ഈ വാക്ക് മുസ്ലിം സ്ത്രീയെ കുറിക്കാൻ വേണ്ടി ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. മുസ്ലിമ എന്ന വാക്ക് ഖുർആനിൽ നിന്നാണ് കണ്ടെത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. നമ്മൾ ഈ ഫെമിനിസം എന്നൊക്കെ പറയുമ്പോൾ എന്ത് വലിയൊരു സംഭവമാണ് എന്നൊന്നും ധരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്നും ഇസ്ലാമിൽ നിന്നുണ്ടായി വന്ന സാധനമല്ല. ഇസ്ലാമിൽ നിന്നുണ്ടായി വന്നത് എന്ന് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഫെമിനിസ്റ്റുകൾ ഏറ്റവും അധികം പ്രശ്നവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിം സ്ത്രീയെ ആണെങ്കിൽ പോലും ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഈ ഫെമിനിസം മുതൽ ലിബറലിസം, ഫെമിനിസം, സെക്യുലറിസം, ഡെമോക്രസി, ഈ പറഞ്ഞ എല്ലാ ഇസങ്ങളുടെയും റൂട്ട് ഇതൊക്കെ യൂറോ സെൻറ്റേഡ് ഐഡിയോളജി, യൂറോപ്പിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ ഉണ്ടാവുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ മൗലിക അവകാശങ്ങൾ പോലും, അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട ഒരു യൂറോപ്യൻ, അമേരിക്കൻ പശ്ചാത്തലത്തിൽ, യൂറോപ്യൻ ക്രൈസ്തവതയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഫെമിനിസം ഉണ്ടായി വരുന്നത്. സ്ത്രീയുടെ എല്ലാ അവകാശങ്ങളും പൗരോഹിത്യം നിഷേധിക്കുകയും അടിച്ചമർത്തുകയും മനുഷ്യൻ്റെ അടിസ്ഥാന ലൈംഗിക ആവശ്യങ്ങളെപ്പോലും നിയന്ത്രിക്കുകയും നിരാകരിക്കുകയും ചെയ്ത പടിഞ്ഞാറൻ ക്രൈസ്തവതയിൽ നിന്നുള്ള പ്രതികരണമായിട്ടാണ് ഈ പറഞ്ഞ ഇസങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഉത്ഭവിക്കുന്നത്. സെക്യുലറിസം ഉണ്ടാകുന്നത് പോപ്പ് മേധാവിത്വം, രാഷ്ട്രവും തിയോക്രസി, പോപ്പ് മേധാവിത്വവും ഭരണത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന അങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്ത ഒരവസ്ഥയിൽ നിന്നാണ് മതത്തെയും രാഷ്ട്രത്തെയും വേർതിരിക്കുന്ന സെക്യുലറിസം ഉണ്ടായി വരുന്നത്.
ലിബറലിസം ഉണ്ടായി വരുന്നത് ഇതേപോലെ തന്നെ. ഇപ്പോൾ ഈ ഫെമിനിസത്തിൻ്റെ ലിബറലിസത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് സെക്യുലർ മതനിഷേധമായി മാറാനുള്ള ഒരു പശ്ചാത്തലം ഇതാണ്. മതമാണ് സ്ത്രീകളെ അടിച്ചമർത്തുന്നത്, സ്ത്രീകളെ അധസ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നത്, മതം പിന്തിരിപ്പനാണ്, പഴഞ്ചനാണ് എന്ന ഒരു യൂറോപ്യൻ പൊതുബോധത്തിൽ നിന്ന്, ക്രൈസ്തവതയുടെ മതചൂഷണപരമായ നിലപാടിൽ നിന്നുള്ള പ്രതികരണത്തിൽ നിന്നുണ്ടായി വന്ന ഒരു യൂറോപ്യൻ പൊതുബോധത്തിൽ നിന്നാണ് ഈ ഫെമിനിസവും സെക്യുലറിസവും ഒക്കെ രൂപപ്പെടുന്നത്. പിന്നെ ഒരുപാട് ധാരകളുണ്ട്. പിന്നെ ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ്, ഇപ്പം മീ ടു ക്യാമ്പയിൻ വരെ എത്തി നിൽക്കുന്ന ഫോർത്ത് വേവ്. ഇങ്ങനെ ഒരുപാട് വേവുകൾ മാത്രമല്ല പല തരത്തിലുള്ള ഫെമിനിസം. ഇപ്പോൾ വൈറ്റ് ഫെമിനിസം ആയിരുന്നു ഒരു കാലത്ത്. യൂറോപ്യൻ ഫെമിനിസത്തിന് പ്രതികരണമായിട്ട് ബ്ലാക്ക് ഫെമിനിസം ഉണ്ടായി വന്നിട്ട് പല തരത്തിലുള്ള റാഡിക്കൽ ഫെമിനിസം, കൾച്ചറൽ ഫെമിനിസം, ലിബറൽ ഫെമിനിസം, ഇങ്ങനെ ഒരുപാട് ധാരകളുള്ള കൂട്ടത്തിൽ ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറഞ്ഞ ഒരു ധാരയുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീ നമ്മളൊക്കെ ഒരുപാട് സംഘർഷങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സ്ത്രീ മാത്രമല്ല, മുസ്ലിം സമൂഹം, മുസ്ലിം പുരുഷനും മുസ്ലിം സ്ത്രീയും മുസ്ലിം കുടുംബങ്ങളും ഒരുപാട് സംഘർഷങ്ങളുടെ നടുവിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ യാഥാസ്ഥികത്വമായിരുന്നു. പണ്ടൊക്കെ കാലത്ത് യാഥാസ്ഥികത്വമായിരുന്നു മുസ്ലിം സ്ത്രീയെ അടിച്ചമർത്തിയിരുന്നത്, അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചിരുന്നത്. ആ കാലം കഴിഞ്ഞ് ഇപ്പം മുസ്ലിം സ്ത്രീ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും മുസ്ലിം സ്ത്രീ, മുസ്ലിം പെൺകുട്ടികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പം അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സെക്യുലർ ലോകമാണ്, അല്ലെങ്കിൽ ഫാഷിസമാണ് അവർക്ക് അവകാശങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. പൊതുബോധം, സെക്യുലർ, ഫാഷിസ്റ്റ്, ലിബറൽ പൊതുബോധങ്ങളാണ് ഇപ്പം മുസ്ലിം സ്ത്രീകൾക്ക് രംഗത്ത് ഉയർന്നു വരുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക്, മുസ്ലിം വനിതകൾക്ക് പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്നു ചെല്ലാനുള്ള അവസരങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സെക്യുലർ ലിബറൽ, അതോടൊപ്പം തന്നെ ഫാഷിസ്റ്റ് ഈ നിലനിൽക്കുന്ന മൂല്യവ്യവസ്ഥയാണ്. നേരത്തെ ഇവിടെ കഴിഞ്ഞ സെഷനിൽ ഹിജാബിനെ കുറിച്ച് പറയുകയുണ്ടായി. ഹിജാബ് ഇട്ടിട്ട് ജേർണലിസം പഠിക്കാനുള്ള പ്രയാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടും. ഈ വസ്ത്രം ഉണ്ടല്ലോ, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ ഒരു കഷ്ണം തുണി എന്ന് പറയുന്നത് ഇതൊരു ആഗോള പ്രതിഭാസമാണ്. ഇതൊരു വലിയ സംഭവമാണ്. ഒരു മുസ്ലിം സ്ത്രീയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അവരുടെ സ്വത്വത്തെ, അവരുടെ ഐഡൻറ്റിറ്റിയെ നിങ്ങൾ അപ്ലിഫ്റ്റ് ഈമാൻ, അപ്പോൾഡ് ഈമാൻ, അപ്ലിഫ്റ്റ് ഇസ്സ എന്നൊക്കെ പറയുന്നുണ്ട്. ഈമാനിൻ്റെയും ഇസ്സത്തിൻ്റെയും ഒരേ സമയം ഈമാനിൻ്റെയും ഇസ്സത്തിൻ്റെയും പ്രതീകമാണ് ഈ ചെറിയ തുണിക്കഷ്ണം എന്ന് പറയുന്നത്. ഇത് ഇസ്ലാമോഫോബിയയുടെ ടൂളാണ്. മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയയുടെ, ഹിജാബ് ഇസ്ലാമോഫോബിയ ടൂളാണ്. അതിനപ്പുറം കൊളോണിയലിസത്തിൻ്റെ ടൂളാണ്. ഇതൊന്നും വലിയ വർത്തമാനങ്ങളല്ല, യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങൾ പിന്നെ അൾജീരിയൻ വിപ്ലവത്തെക്കുറിച്ച് ഫ്രാൻസ് ഫാനൻ എഴുതിയിട്ടുണ്ട്. ഫ്രാൻസ് ഫാനൻ പറയുന്നത് ഈ ഹിജാബ് അഴിച്ചു മാറ്റുന്നതോടുകൂടി, ഈ തട്ടം വെയിൽ അഴിച്ചു മാറ്റുന്നതോടുകൂടി മുസ്ലിം സ്ത്രീ പുരോഗമന ലോകത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്. ഈ ഒരൊറ്റ ഇതാണ്ട് ഒഴിവാക്കിയാൽ മതി. നിങ്ങളെ മുഖത്തുനിന്ന്, തലയിൽ നിന്ന് ഇതങ്ങ് ഒഴിവാക്കുന്നതോടുകൂടി നിങ്ങൾ പെട്ടെന്ന് പുരോഗമനത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്. വിമോചിപ്പിക്കപ്പെട്ട ലോകത്തിലേക്ക്, പുരോഗമനത്തിൻ്റെ ലോകത്തിലേക്ക് നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് ആനയിക്കപ്പെടുകയാണ്. ഒരു തമാശ പറയുന്നുണ്ട് ഫാനൻ. അൾജീരിയൻ വിപ്ലവത്തിൽ ഈ പെണ്ണുങ്ങളൊക്കെ യുദ്ധമുഖത്തുണ്ടായിരുന്നു, മുസ്ലിം സ്ത്രീകളൊക്കെ യുദ്ധമുഖത്തുണ്ടായിരുന്നു. അപ്പോൾ അവരാദ്യം അവരുടെ പർദ്ദക്കുള്ളിൽ ആയുധങ്ങൾ ഒളിച്ചു കടത്തിയിട്ടായിരുന്നു സമരം ചെയ്തിരുന്നത്. ഇത് കണ്ടുപിടിച്ചപ്പോൾ ഒരു സ്ട്രാറ്റജി എന്ന നിലയിൽ അവർ ഹിജാബ് ഒഴിവാക്കിയിട്ട് ബാഗിൽ നല്ല തോക്കൊക്കെ എടുത്തിട്ട് പട്ടാളക്കാരുടെ ഹിജാബ് ഒഴിവാക്കിയപ്പോൾ ഇവർ പട്ടാളക്കാരുടെ ഇടയിലൊക്കെ സ്വീകാര്യരായി മാറി. അങ്ങനെ അവർ ചിരിച്ചും കളിച്ചും ഇവരെ പട്ടാളക്കാരുടെ ചേർന്നിട്ട് അവരെ വെടിവെച്ച് വീഴ്ത്തിയ കഥ ഫാനൻ പറയുന്നുണ്ട്. ആ അൾജീരിയൻ വിപ്ലവത്തെക്കുറിച്ച് തന്നെയാണ്. ആ വിപ്ലവത്തെ തകർക്കാൻ വേണ്ടി കൊളോണിയലിസ്റ്റുകൾ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ മുസ്ലിം സ്ത്രീക്കെതിരെ ക്യാമ്പയിൻ, മുസ്ലിം സ്ത്രീയുടെ അധസ്ഥിതിക്കെതിരെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട്, കാരണം മുസ്ലിം പുരുഷന്മാരെ പോലും, മുസ്ലിം കുടുംബങ്ങളെപ്പോലും നിയന്ത്രിക്കുന്നത്, മുസ്ലിം സംസ്കാരത്തെ, ഇസ്ലാമിക സംസ്കാരത്തെ നിയന്ത്രിക്കുന്നത്, പരിരക്ഷിക്കുന്നത്, സംരക്ഷിക്കുന്നത്, നേതൃത്വം നൽകുന്നത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീയാണ്. മുസ്ലിം സ്ത്രീയാണ് മുസ്ലിം സംസ്കാരത്തെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഈ സ്ത്രീയെ അൺവെയിൽ ചെയ്യുക, ഈ സ്ത്രീയെ വിവസ്ത്രയാക്കുക, ഈ സ്ത്രീയെ അവളുടെ ഇജ്ജത്തിൽ നിന്ന്,
അവരുടെ ഈമാനിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. ഇത് കൊളോണിയലിസത്തിൻ്റെ എല്ലാ കാലത്തെയും എല്ലാ മുസ്ലിം വിരുദ്ധ ശക്തികളുടെയും എല്ലാ കാലത്തെയും അജണ്ടയാണ്. നിങ്ങളോട്ട് ഈ വൈറ്റ് ഫെമിനിസ്റ്റുകൾ, ഞാൻ വൈറ്റ് ഫെമിനിസ്റ്റെ കുറിച്ച് ഞാൻ പറയുന്നത് യൂറോപ്യൻ ഫെമിനിസം. വൈറ്റ് ഫെമിനിസ്റ്റുകൾ പിന്നെ മുസ്ലിം നാടുകൾ ചെന്നപ്പോൾ, കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് കോളനികൾ ചെന്നപ്പോൾ അവർ കാണുന്നത് ഈ പർദ്ദയണിഞ്ഞ മുസ്ലിം സ്ത്രീകളാണ്. അവർ മനസ്സിലാക്കി പർദ്ദയാണ് മുസ്ലിം സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് അവർ തീരുമാനിക്കുകയും അങ്ങനെ അവർ തിരിച്ചു ചെന്നിട്ട് പർദ്ദക്കെതിരെ പുസ്തകങ്ങൾ എഴുതുക, സാഹിത്യങ്ങൾ എഴുതുക, പ്രചാരണം നടത്തുക, ക്യാമ്പയിൻ നടത്തുക. അപ്പോൾ ഇവർ കണ്ടുപിടിച്ചു പർദ്ദയിൽ നിന്ന് മോചിപ്പിക്കണം. യഥാർത്ഥത്തിൽ മുസ്ലിം നാടുകളിലെ മുസ്ലിം സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവരനുഭവിക്കുന്ന പ്രശ്നം കൊളോണിയലിസത്തിൻ്റെ പ്രശ്നമാണ്. അവരനുഭവിക്കുന്നത് പട്ടിണിയുടെ പ്രശ്നമാണ്, ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നമാണ്, തൊഴിലില്ലായ്മയുടെ പ്രശ്നമാണ്. കൊളോണിയലിസം വരുത്തി തീർത്ത സാമ്പത്തികമായ പ്രശ്നങ്ങളുടെ അനീതികളുടെ അടിച്ചമർത്തലിൻ്റെ സ്വാതന്ത്ര്യ നിഷേധത്തിൻ്റെ പ്രശ്നങ്ങളാണ് മുസ്ലിം സ്ത്രീയും പുരുഷനുമൊക്കെ മുസ്ലിം നാടുകളിൽ തേർഡ് വേൾഡിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുസ്ലിം സ്ത്രീകളുടെ കാതലായ പ്രശ്നങ്ങളെ കാണാതെ, യഥാർത്ഥ പ്രശ്നങ്ങളെ കാണാതെ, അവരുടെ പ്രശ്നങ്ങളെ മുഴുവൻ ഈ പുരുഷ മേധാവിത്വത്തിലും ഈ പിന്നെ പർദ്ദയിലും ഹിജാബിലുമൊക്കെ തളച്ചിടുന്ന തരത്തിലുള്ള ഈ കൊളോണിയലിസം തന്നെയാണ്. എന്താണ് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചത്? അഫ്ഗാനിസ്ഥാനെ കീഴടക്കാൻ വേണ്ടി അമേരിക്കൻ കൊളോണിയലിസ്റ്റുകൾ പറഞ്ഞ ന്യായം എന്തായെന്ന് അറിയോ? അവിടുത്തെ സ്ത്രീകളെ പർദ്ദയിൽ നിന്ന് അഫ്ഗാനി സ്ത്രീകളെ വിമോചിപ്പിക്കണം, ലിബറേറ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ അഫ്ഗാൻ കീഴടക്കുന്നത് പറഞ്ഞത്. ഇറാഖ് അധിനിവേശം നടത്തിയപ്പം ഇറാഖിലെ പ്രാകൃതരായ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള മുസ്ലിം സമൂഹത്തെ വിമോചിപ്പിക്കാൻ, ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറാഖ് അധിനിവേശം നടത്തുന്നത് പറഞ്ഞത്. അപ്പോൾ കൊളോണിയലിസത്തിൻ്റെ ടൂളാണ് ഹിജാബ് എന്ന് പറയുന്നത്. മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയയുടെയും കൊളോണിയലിസത്തിൻ്റെയും ടൂളാണ് ഒരു വശത്ത്. മറുവശത്ത് നമ്മൾ പുതിയ സിദ്ധാന്തങ്ങൾ, ജെൻഡറുമായി ബന്ധപ്പെട്ട, മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട, സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പുതിയ സിദ്ധാന്തങ്ങൾ, പുതിയ തിയറികൾ, പുതിയ ഡിസ്കോഴ്സുകളുടെ ഒരു ചാലഞ്ച് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുക. ക്യാമ്പസുകളിലൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രീഡം, ഇൻഡിവിജ്വാലിറ്റി, വ്യക്തി സ്വാതന്ത്ര്യം, എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് വ്യക്തിയെ കാണുന്ന, വ്യക്തി സ്വാതന്ത്ര്യത്തെ കാണുന്നത്, അതാണ് ലിബറലിസം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നേരത്തെ സായിദ സാഹിബ് പറയുകയുണ്ടായി. നമുക്ക് നമ്മളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. മൈ ബോഡി മൈ ചോയ്സ്, മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്നത് ലിബറലിസത്തിൻ്റെ മുദ്രാവാക്യമാണ്. അത് ഇസ്ലാമിൻ്റെ മുദ്രാവാക്യമല്ല. നമ്മൾക്കൊരു മുദ്രാവാക്യമുണ്ട്. നമ്മൾ ഹിജാബ് ധരിക്കുന്നത് തീർച്ചയായും നമ്മുടെ ചോയ്സാണ്. പക്ഷെ നമ്മുടെ ഈ ചോയ്സ് അള്ളാഹുവിൻ്റെ കൽപ്പനക്കും അള്ളാഹുവിൻ്റെ ആജ്ഞകൾക്കും അള്ളാഹുവിൻ്റെ അതിരുകൾക്കും വിധേയമാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്, സ്വന്തം ഹവയെ എൻ്റെ കൽപ്പന, ഞാൻ കൊണ്ടുവന്ന ദീനിൻ്റെ മാർഗത്തിന് വിധേയനാക്കിയവനാണ് വിശ്വാസി എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ വചനമുണ്ട്. അപ്പം നമ്മളുടെ ഐഡൻറ്റിറ്റി, മുസ്ലിം സ്ത്രീയുടെ, മുസ്ലിം പുരുഷൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ചോയ്സ് അനിയന്ത്രിതമായ ചോയ്സ് അല്ല, അതിരുകളുടെ സൗന്ദര്യമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ചോയ്സ് എന്ന് പറയുന്നത് തീർച്ചയായും ഹിജാബ് നമ്മളുടെ ചോയ്സാണ്. പക്ഷേ ഈ ചോയ്സ് നമ്മളുടെ ചോയ്സ് ആകുന്നത് നമ്മുടെ ഏജൻസിക്ക് പുറത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനയെ, അള്ളാഹുവിൻ്റെ ആജ്ഞയെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പ്രതിഷ്ഠിക്കുമ്പോഴാണ് മുസ്ലിമയുടെ ഈമാൻ, മുസ്ലിമയുടെ ഇസ്സത്ത്. ഈ ഇസ്സത്താണ്, ഈ ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ മുസ്ലിം ഉമ്മയുടെ, മുസ്ലിം സമുദായത്തിൻ്റെ, മുസ്ലിം സമൂഹത്തിൻ്റെ, മുസ്ലിം സ്ത്രീയുടെ ഐഡൻറ്റിറ്റി, ഇസ്സത്ത്, അടിസ്ഥാനം എന്ന് പറയുന്നത്. നേരത്തെ സായിദ സാഹിബ് പറയേണ്ടായി, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയെക്കുറിച്ച് പറയുകയുണ്ടായി. സ്ത്രീ എന്ന് ഒരു ആയത്തുണ്ട്, ഈ മുസ്ലിം എന്ന പ്രയോഗം, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മൂമിനീന വൽ മൂമിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വൽ ഹാഫിലീന അലാ ഫുറൂജിഹിം വൽ ഹാഫിളാത്തി വൽ സാദിഖീന. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. നീണ്ടൊരായത്തുണ്ട്, വളരെ ദീർഘമായ ആയത്ത്. ഇതിൽ ആവർത്തിച്ച് ഇതൊക്കെ മുസ്ലിം സ്ത്രീ ഒന്നിച്ചാണ്ട് പറഞ്ഞാൽ പോരെ, മുസ്ലിം സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചാണ്ട് പറഞ്ഞാൽ പോരെ. അങ്ങനെയല്ല പറയുന്നത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്,
ഈ മുസ്ലിമ എന്ന പ്രയോഗം അവിടെ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ ക്യാമ്പയിൻ്റെ തീമായ മുസ്ലിമ എന്ന പ്രയോഗം മുസ്ലിമാത്ത്, ഇന്നൽ മുസ്ലിമാത്തി വൽ ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിമത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് മുസ്ലിമാത്ത് എന്ന് പറയുന്നത്. വൽ മൂമിനീന വൽ മൂമിനാത്തി വൽ ഖാനിത്തീന വൽ ഖാനിത്താത്തി. ഇതിങ്ങനെ രണ്ടും വേർതിരിച്ച് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി അള്ളാഹുവിന് സമർപ്പിക്കുക. മൂമിൻ എന്ന് പറഞ്ഞാൽ, മൂമിനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക. നമ്മുടെ ഹവയെ, നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ ഇച്ഛകളെ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ മോഹങ്ങളെ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിന് വിധേയമാക്കുക. അങ്ങനെ പറഞ്ഞ് വൽ ഖാനിത്തീന വൽ ഖാനിത്താത്ത്, വിധേയപ്പെടുക, അള്ളാഹുവിന് വഴിപ്പെടുക, സദക്ക കൊടുക്കുക, സക്കാത്ത് കൊടുക്കുക, നമസ്കരിക്കുക, സബർ പാലിക്കുക, വസ്സാബിരീന വസ്സാബിറാത്ത് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്. ഇങ്ങനെ പറഞ്ഞിട്ട് സ്ത്രീയെയും പുരുഷനെയും എണ്ണി സ്ത്രീവചനവും പുരുഷവചനവും ഓരോ സ്ഥലത്ത് ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീയെയും പുരുഷനെയും ഖുർആൻ എണ്ണി പറഞ്ഞിരിക്കുന്നത് രണ്ടും ഒന്നാണ് എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരു സ്ത്രീയുടെ, ഒരു മുസ്ലിം പുരുഷൻ്റെ ഐഡൻറ്റിറ്റിയും ഒരു അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ ആത്മീയമായ ഉയർച്ചയിൽ മുസ്ലിം സ്ത്രീയുടെയും പുരുഷൻ്റെയും ഐഡൻറ്റിറ്റി, സ്ഥാനം, ഏജൻസി എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരു വ്യത്യാസമില്ല. വ്യത്യാസങ്ങളുള്ളത് ചില റോളുകളിലും ചില ഉത്തരവാദിത്തങ്ങളും ചില കൽപ്പനകളിലുമാണ്. അടിസ്ഥാനപരമായി വ്യക്തി എന്ന നിലക്ക്, മനുഷ്യൻ എന്ന നിലക്ക് സ്ത്രീയും പുരുഷനും കർത്തൃത്വമുള്ള അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായ ഏജൻസിയുള്ള സ്വതന്ത്രമായ അസ്തിത്വങ്ങളാണ് ഇസ്ലാമിലെ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത്. അവർ ഈ സ്ത്രീയും പുരുഷനും വ്യക്തികൾ എന്ന നിലക്കാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുക. സ്വർഗനരകങ്ങൾക്ക്, രക്ഷാശിക്ഷകൾക്ക് അർഹരായിത്തീരുക. ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ട് അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ നമ്മുടെ മുസ്ലിമയെ, നമ്മളിലെ ഇസ്ലാമിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ടത്, നമ്മളിലെ മുസ്ലിമിനെ, നമ്മുടെ മുസ്ലിമത്തിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ടത് പുതിയ നെറേറ്റീവുകളിലൂടെയല്ല. ലിബറലിസം നമ്മുടെ മുമ്പിൽ വെക്കുന്ന, ഫെമിനിസം നമ്മുടെ മുമ്പിൽ വെക്കുന്ന നെറേറ്റീവുകളിലൂടെ, ഇതൊക്കെ സെക്യുലർ നെറേറ്റീവ്സാണ്. തീർത്തും മതവിരുദ്ധമായ പശ്ചാത്തലത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ദൈവത്തിൻ്റെ പരമാധികാരത്തെയും ദൈവത്തിൻ്റെ ആധിപത്യത്തെയും അള്ളാഹുവിൻ്റെ ആധിപത്യത്തെയും നിഷേധിക്കുന്ന മതനിഷേധപരമായ പശ്ചാത്തലത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഐഡിയോളജീസ് ആണ്, സംശയമില്ല. ഇസ്ലാമിക് ഫെമിനിസം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ തലത്തിലുള്ള വായനകളൊക്കെ ഉണ്ട് എന്നത് പറ്റി. പക്ഷേ ഇത് തികച്ചും യൂറോ സെൻട്രിക് ആയിട്ടുള്ള, സെക്യുലർ ആയിട്ടുള്ള ഒരു ഒരു ഉത്ഭവമാണ് ഈ ഫെമിനിസം എന്ന വാക്കിന് പോലുമുള്ളത്. ഇത് എത്രത്തോളം ഇസ്ലാമുമായിട്ട് കമ്പാറ്റബിളാണ്, നമ്മളിങ്ങനെ ഉപയോഗിക്കേണ്ടതുണ്ടോ, അത് ഇസ്ലാമിക് ഫെമിനിസത്തിനകത്ത് തന്നെ ചർച്ചകളുണ്ട്. ഇസ്ലാമിക് ഫെമിനിസം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനെ പറ്റി ഫെമിനിസത്തിനകത്ത് തന്നെ ധാരാളം ചർച്ചകളുണ്ട്. ഞാൻ പറയുന്നത്, നമ്മുടെ മുസ്ലിമത്തിനെ, നമ്മുടെ ഇസ്ലാമിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, റീഡിഫൈൻ ചെയ്യേണ്ടത് നമ്മുടെ സോഴ്സുകളിൽ നിന്നുകൊണ്ടാണ്, ഖുർആനിൽ നിന്നുകൊണ്ടാണ്, ഇസ്ലാമിക സോഴ്സുകളിൽ നിന്നുകൊണ്ടാണ്. അതിന് നാം പ്രയത്നിക്കുക, പഠിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സ്വാമി ഇക്ബാൽ സാഹിബ് പറഞ്ഞു വെച്ച പോലെ നമ്മുടെ പെർമിഷൻ ചോദിച്ചിട്ടല്ല നമ്മുടെ ചർമ്മത്തിൽ ചുളിവ് വരുന്നത്, നമ്മുടെ പെർമിഷൻ ചോദിച്ചിട്ടല്ല മുടി നരക്കുന്നത്. രോഗങ്ങളും ആരോഗ്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ അല്ലെങ്കിൽ മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഖലീഫ മാത്രമാണ്. നമ്മുടെ ബോഡി ആവട്ടെ, നമ്മുടെ പണമാവട്ടെ, അതൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു പെർമിഷൻ അല്ല തന്നതാണ്. അത് ഏത് സമയവും തിരിച്ചെടുക്കപ്പെടാം എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രകൃതി നിയമം. മനുഷ്യൻ്റെ പ്രകൃതി നിയമം അങ്ങനെ ആയിരിക്കെ മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുദ്രാവാക്യമായിട്ട് ഒരിക്കലും വരാൻ പാടുള്ള കാര്യമല്ല. നമുക്ക് തികച്ചും വ്യതിരിക്തമായിട്ട് ഇസ്ലാമിൻ്റെ പാത്ത് ഉണ്ടായിരിക്കെ ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ ഇത്തരം രാഷ്ട്രീയമായ അജണ്ടകളും കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കിക്കൊണ്ടല്ല പലപ്പോഴും ക്യാമ്പസുകളിൽ നമ്മുടെ കുട്ടികൾ വലിയൊരു തോതിൽ ഇതിനെ വളരെ സ്വീകാര്യമായി കൊണ്ട് നടക്കുന്നത്. നമ്മുടെ ഒരു സൊസൈറ്റിയിലെ തന്നെ കുടുംബ വ്യവസ്ഥിതിനെ തന്നെ താറുമാറാക്കത്തക്ക വിധത്തിലുള്ള, വിവാഹത്തിനൊക്കെ നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രകൃതി വിരുദ്ധമായ ഒരു സ്വഭാവത്തിലേക്ക് ഈ ഫെമിനിസം കുട്ടികളെ കൊണ്ടെത്തിക്കുന്നുണ്ട് ക്യാമ്പസുകളിൽ പലപ്പോഴും. അപ്പോൾ ആ വിഷയമായിട്ട് നിങ്ങളോടുമായി സംവദിക്കുന്നത് ഫസ്ന മിയാൻ സാഹിബയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ഈ പരിപാടിയുടെ മോഡറേറ്റർ, GIO കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ മുബഷിറ, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഏറെ പ്രിയപ്പെട്ട
വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിലും കേരളത്തിലെ ഏറ്റവും വൈബ്രൻ്റായ ഒരു വിദ്യാർത്ഥി കൂട്ടത്തോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കി തരികയും ചെയ്ത ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന് എല്ലാവിധത്തിലുമുള്ള ഹൃദ്യമായ സ്നേഹം അറിയിക്കുകയാണ്. അപ്ഹോൾഡ് ഈമാൻ, അപ്ലിഫ്റ്റ് ഇസ, ഈ ഒരു ടേമിനെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഈ ക്യാമ്പസിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരു തരത്തിൽ തന്നെ അതിൻ്റെ ഒരു എല്ലാ അർത്ഥത്തിലുമുള്ള കോറിനെ ഏറ്റെടുത്ത വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്കാണ് ഫെമിനിസത്തിൻ്റെ ടൂളുമായി പലരും കടന്നു വരുന്നത്. നമ്മളെ വിമോചിപ്പിക്കണം, നമ്മളെ സ്വതന്ത്രരാക്കണം, നമ്മളെ കൂടുതൽ ഭംഗിയുള്ളവരാക്കണം, നമ്മളെ സംസാരിക്കാൻ കെൽപ്പുള്ളവരാക്കണം, നമ്മളുടെ ഏതൊക്കെയോ അർത്ഥത്തിലുള്ള നമ്മളിങ്ങനെ എവിടേക്കോ ഭയങ്കരമായിട്ട് ചെങ്ങലകളിൽ നിൽക്കുന്ന ആളുകളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടുകയാണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കപ്പെടാം, നിങ്ങൾക്ക് കുറച്ചുകൂടി അവസരങ്ങളുണ്ടാവും, സ്പേസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ സ്വതന്ത്രരാക്കാൻ, നമ്മളിങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ചുറ്റും നിന്ന് വട്ടം കൂട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരാലോചിക്കുന്ന, അവർ ചിന്തിക്കുന്ന, അവരൊരു മനുഷ്യന് വരച്ചിരിക്കുന്ന ഒരു ചട്ടക്കൂടുണ്ടാവും. ആരാണോ ആ ഫ്രെയിമിനകത്തേക്ക് കയറി നിൽക്കുന്നവർ അവർ മാത്രമാണ് അവർക്ക് സ്ത്രീകൾ. ആരാണോ ആ ഫ്രെയിമിനകത്തുള്ളവർ അവർ മാത്രമാണ് അവരുടെ കണ്ണിലെ ഹ്യൂമൻ ബീങ്സ്. പക്ഷേ അവർ വരച്ചിരിക്കുന്ന ഫ്രെയിമിനകത്തേക്ക് കയറി നിൽക്കാനുള്ളവരല്ല നമ്മൾ. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതി തന്ന, അള്ളാഹു നമുക്കായി ചിട്ടപ്പെടുത്തിയ ഒരു ഫ്രെയിമുണ്ടെന്നും അതിനകത്ത് വളരെയധികം നിർവൃതിയോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്നും അത്തരത്തിലുള്ള നമ്മളുടെ കർത്തൃത്വം ഏറ്റെടുക്കാൻ വരുന്ന, നമ്മളുടെ രക്ഷകരായി ചമയുന്ന ആളുകളുടെ മുന്നിൽ ഏറ്റവും ഭംഗിയായി ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫെമിനിസത്തിൻ്റെ പല വേവ്സിൽ ഇസ്ലാമിക് ഫെമിനിസം എന്ന് എഴുതി ചേർക്കുന്നത് തന്നെ വേറൊരർത്ഥത്തിലാണ്. നമുക്കറിയാം, മാർഗറ്റ് ബജ്റാൻ ആണെന്ന് തോന്നുന്നു ആ ഒരു ടേം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. പക്ഷേ ഒരുപാട് മുസ്ലിം സ്കോളേഴ്സ്, ലേഡീസായിട്ടുള്ള മുസ്ലിം സ്കോളേഴ്സൊന്നും ഇസ്ലാമിക് ഫെമിനിസം എന്നുള്ള ആ ഒരു കോട്ടെടുത്ത് അണിയാൻ ആരും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ കടന്നു വരുന്നത്? എപ്പോഴാണ് ഇത്തരത്തിലുള്ള വിമോചനങ്ങൾ ആവശ്യമായി വരുന്നത്? നമുക്കറിയാം, നമ്മൾ കേരളത്തിൻ്റെ മാത്രം പശ്ചാത്തലം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള സ്ത്രീകൾ, പെൺകുട്ടികളൊക്കെ വളരെ ബോൾഡായ ആളുകളായിരുന്നു. നമുക്കറിയാം, യുദ്ധത്തിൻ്റെ സമയങ്ങളും 921 പശ്ചാത്തലത്തിൽ കാണുമ്പോൾ നമുക്കറിയാം ആ സ്ത്രീകൾ സമൂഹത്തിൽ 1-2 സ്ത്രീകൾ മാത്രമായിരുന്നില്ല സമൂഹത്തിൻ്റെ നടുത്തലത്തിലുണ്ടായിരുന്നത്. പക്ഷെ അന്നതൊരു സ്വാഭാവികതയായിരുന്നു. പിന്നെ എവിടെയാണ് ഈ പാട്രിയാർക്കിയുടെ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വത്തിൻ്റെ കൈകൾ എങ്ങനെയാണ് കടന്നു വന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിലനിന്നിരുന്ന സവർണ മേധാവിത്വത്തിൻ്റെ കൂട്ടിലേക്ക് തന്നെ ഇസ്ലാമിനെ കയറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അതിനെ വിപുലപ്പെടുത്തുമ്പോഴുമാണ് പാട്രിയാർക്കി ഇതിൻ്റെ മുകളിൽ ഏതോ അർത്ഥത്തിൽ ഞങ്ങൾക്കൊരു ആധിപത്യമുണ്ട് എന്ന രൂപത്തിൽ സംസാരിച്ചു തുടങ്ങുന്നത്. മറിച്ച് നീതിയുള്ള ഒരു ലോകത്ത് ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്, ഒരു മുസ്ലിമ എന്ന ആ ഒരു ടേമിനെ തന്നെ നമുക്കെടുക്കാം. നമുക്ക് ഏറ്റവും നന്നായി തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അതായത് നമ്മളിതിനെ നിലനിർത്തണമെങ്കിൽ ക്യാമ്പസുകളിൽ ഈ ഷോളിട്ട, ഹിജാബിട്ട ആളുകളൊന്നും ഒരു സംവാദത്തിന് പ്രാപ്തരായ ആളുകളാവില്ല. അതല്ലെങ്കിൽ കാര്യങ്ങൾ എൻഗേജ് ചെയ്യുമ്പം പ്രയാസപ്പെടുന്ന ആളുകളായിരിക്കും. അതല്ലെങ്കിൽ നമ്മളൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ വാവ്, അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്നായിട്ട് പോലും നിങ്ങളിങ്ങനെ സംസാരിക്കുന്നോ എന്നൊക്കെ ചോദിച്ചു നടക്കും. അങ്ങനെ ഈ കുറേ പോലും അങ്ങനെയുള്ള കുറേ സംഗതികൾ, മുസ്ലിമായിട്ട് പോലും, മുസ്ലിമായിട്ട് കൂടി എന്ന് തുടങ്ങിയ കുറേ ടേമുകൾ ഇങ്ങനെ നമുക്ക് ചാർത്തി തരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരാണെന്നുള്ളതാണ്. നമ്മളുടെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാവുമ്പോൾ അതിന് നിരന്തരമായ പോരാട്ടങ്ങൾ ആവശ്യമായി വരും. നിരന്തരമായി നമ്മൾ ആത്മീയമായി നമ്മൾ ഉയർത്തിക്കൊണ്ടേയിരിക്കേണ്ടി വരും. അതായത് അതിന് കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾ വേണ്ടി വരും, കൃത്യമായ പഠനങ്ങൾ വേണ്ടി വരും. നമ്മളുടെ ഇബാദത്തുകളിൽ കൃത്യമായ അർത്ഥത്തിലുള്ള, നമുക്കറിയാം നമ്മളുടെ ഇബാദത്തുകളൊക്കെ ഇങ്ങനെ ടൈം ബേസ്ഡാണല്ലോ, സമയബന്ധിതമായിട്ടാണ് കാര്യങ്ങളൊക്കെ. അതായത് നമ്മളിങ്ങനെ അള്ളാഹുമായിട്ടുള്ള ഒരു
ആ ഒരു കണക്ഷൻ ഇങ്ങനെ മുറിച്ച് പോവാത്ത രൂപത്തിൽ ഇങ്ങനെ കണക്ട് ചെയ്താണ് ആ ടൈമുകളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം ആ അർത്ഥത്തിൽ നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് നമ്മളുടെ ഇബാദത്തുകൾ, നമ്മളുടെ പഠനങ്ങൾ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു സോ കോൾഡ് രക്ഷകന്മാർക്കും നമ്മളെ രക്ഷിക്കേണ്ടി വരികയില്ല. നമ്മളെ തന്നെ ഇവിടെ ഏറ്റവും നല്ല ഭംഗിയിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ഇങ്ങനെ രക്ഷകരായി ചമയുന്നവരോട് നമുക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനല്ല വിദ്യാർത്ഥികൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉണ്ടാവേണ്ടത്, മറിച്ച് മറുചോദ്യങ്ങൾ ചോദിക്കുന്നവരായാണ് നമ്മൾ മാറേണ്ടത്. എന്നും വിദ്യാർത്ഥിത്വം അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അധ്യാപകൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം, അങ്ങനെ ചോദ്യത്തിന് ഉത്തരം പറയുന്നവർക്ക് മാത്രമാണ് എന്നും ക്ലാസ്സിൽ A+ഉം സ്റ്റാറും ഒക്കെ കിട്ടാറുള്ളത്. ഇപ്പം അതിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ പല രൂപത്തിലായിരിക്കും. A+, സ്റ്റാർ, അല്ലെങ്കിൽ അവിടുത്തെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് ആരാണ്? സാറ് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു വള്ളിയും പുള്ളിയും വിടാതെ കുത്തും കോമയും മാറാതെ ഉത്തരം പറയുന്ന ആളാണ്. അവിടെയൊക്കെയുള്ള ആ ഒരു ഉയർന്നത് അതിൻ്റെയൊക്കെ ഒരു കർത്തൃത്വം ഏറ്റെടുക്കുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ അവിടെ ടീച്ചറായിരിക്കും, ഒരു ക്യാമ്പസ് ആണെങ്കിൽ അവിടെയുള്ള വേറെ ഏതോ വിദ്യാർത്ഥി കൂട്ടമായിരിക്കും. അങ്ങനെയുള്ളവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മാത്രമല്ല നമ്മളുള്ളത് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം. അവിടെ കൃത്യമായ മറുചോദ്യങ്ങൾ ചോദിക്കണം. അങ്ങനെ മറുചോദ്യങ്ങളുടെ രാഷ്ട്രീയത്തിലൂടെ നമ്മളുടെ ഈമാനിനെയും ഇസ്സത്തിനെയും അതിൻ്റെ പരമോന്നത്തിലെത്തിച്ചുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്ന എല്ലാതരം വാദങ്ങളുടെയും ചതിക്കുഴികളും അതിൻ്റെ അജണ്ടകളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ റെയിൻബോ മൂവ്മെൻറ്റ്സ് ഒക്കെ ക്യാമ്പസിൽ വലിയ അർത്ഥത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഫണ്ടിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. ലോകാടിസ്ഥാനത്തിൽ തന്നെ വളരെ കൃത്യമായി ഫണ്ട് ചെയ്യപ്പെട്ടുകൊണ്ട് കുഞ്ഞു കുട്ടി വരെ അതിലേക്ക് കുഞ്ഞുകുട്ടികളുടെ ടോയ്സ് വരെ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്താണ് അത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സിലേക്ക് ആളുകളെ എടുത്തുകൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കൽ കൂടി നമ്മളെ ഡിസൈൻ ചെയ്യാൻ, നമ്മളെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. നമ്മളെ ഡിഫൈൻ ചെയ്യേണ്ടത് നമ്മളാണ്, വേറെ ആരോ അല്ല. വേറെ ആരോ വരച്ചിരിക്കുന്ന ഫ്രെയിമിലേക്ക് ഡിഫൈൻ ചെയ്യപ്പെട്ട് അതിലേക്ക് കയറി നിൽക്കാനല്ല നമ്മളുള്ളത്. മറിച്ച് കൃത്യമായി നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഭംഗിയെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ക്യാമ്പസുകളിൽ ഏറ്റവും ഭംഗിയായി ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന, നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന, അനീതിക്കെതിരെ അഹോരാത്രം പോരാടുന്ന, എല്ലാ അർത്ഥത്തിലും അവിടെ നിലനിൽക്കുന്ന എല്ലാ അരാജകത്വങ്ങൾക്കുമെതിരെ പോരാടുന്ന, അവിടുത്തെ എല്ലാ അർത്ഥത്തിലുമുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന, അവിടെ മറുചോദ്യങ്ങൾ ചോദിക്കുന്ന, ഉയർന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുന്ന, കൂടെയുള്ളവൻ്റെ വേദന അറിഞ്ഞുകൊണ്ട് നിരന്തരം സംഘർഷങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കെ തന്നെ കൂടെയുള്ളവന് ആശ്വാസമായി മാറാൻ നമ്മളുടെ ഈമാനും ഇസ്സത്തും നമ്മളെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഒരു ക്യാമ്പസിനകത്ത് ഒരു മുസ്ലിം ഗേൾ എന്നുള്ളത് നമുക്ക് പ്രതിനിധാനം ചെയ്യാൻ സാധിക്കുക. ആ അർത്ഥത്തിൽ വളരാൻ എൻ്റെ സഹോദരിമാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു ചെറിയ തുടക്കം മാത്രമാണ് ഈ ഒരു ടോപ്പിക്കിൽ ഈ 3 ആളുകൾ സംസാരിച്ചപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിപുലമായ വായനയിലേക്കും അതിനപ്പുറം അതിവിപുലമായ അതിൻ്റെ ആവിഷ്കാരങ്ങളിലേക്കുള്ള സാധ്യതകളുള്ളത് നിങ്ങളുടെ മാത്രം കൈകളിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആത്മാവിഷ്കാരങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു സംവാദത്തിന് വേദിയൊരുക്കിയ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനെ ഒരിക്കൽ കൂടി സ്നേഹാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നിങ്ങൾക്ക് ഗസ്റ്റുകളുമായിട്ട് സംവദിക്കാനുള്ള അവസരമാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് ഒരു 5 മിനിറ്റ് തരും. അതിനുള്ളിൽ പരമാവധി ആളുകൾ ചോദിക്കുക, എന്നിട്ട് ഒരുമിച്ച് മറുപടി പറയുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ യുവർ സ്പീച്ച്. ഞാൻ ഒരു സൈക്കോളജി സ്റ്റുഡൻ്റാണ്, 2nd ഇയർ. അപ്പോൾ ത്രൂ ഔട്ട് മൈ course, I found out that physical exercise is one way that our body can cope up with stress. നമ്മൾ കൂടുതലും സ്ട്രെസ് കുറയുക ഫിസിക്കൽ എക്സസൈസ് ഉപയോഗിച്ചിട്ടാണ്. ഈ ബോക്സിങ്, MMA എന്ന് ഉള്ള ഗെയിംസുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ വുമൻ പാർട്ടിസിപ്പേഷൻ, taking part in it and being a Muslim representative of such sports, is it considered against Islam, or is it a way that we can protect ourselves in this generation where we need to learn about self-defense? അപ്പോൾ അതിൻ്റെ കുറിച്ചിട്ട് ഇപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ചേരാനും അതിൽ പാർട്ടേക്ക് ചെയ്യാനും, ആൻഡ് ടു ഇൻട്രൊഡ്യൂസ് മെനി
more women into the sport. What is your, എന്താണ് ഒരു അഡ്വൈസ് പോലെ എനിക്ക് തരാം, whether I should take part in it or not? അസ്സലാമു അലൈക്കും. ഞാനൊരു പണ്ഡിതനൊന്നുമല്ല. ഇതിനൊന്നും വിലക്കുന്ന ഒരു പ്രമാണം ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. സ്ത്രീകൾക്ക് സോക്സർ, ഫുട്ബോൾ കളിക്കാൻ പാടില്ല, ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ബോക്സിൽ പങ്കെടുക്കാൻ പാടില്ല. ഇങ്ങനെ ഹിജാബിട്ടുകൊണ്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എത്രയോ മുസ്ലിം സ്ത്രീകൾ മുസ്ലിം നാടുകളിലും ഇറാനിലും മറ്റ് മുസ്ലിം നാടുകളിലൊക്കെ ധാരാളമായിട്ട് കാണാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് അതിൻ്റെതായ ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല പരിധികളും മര്യാദകളൊക്കെ പാലിക്കണം. അല്ലാതെ ഇതിലൊന്നും സ്പോർട്സിലോ ആർട്സിലോ സ്ത്രീയെ ബുദ്ധിപരമായിട്ടോ കായികമായോ ഉയരുന്നതിൽ നിന്ന് തടയുന്ന ഒരു പ്രമാണവും ഇസ്ലാമിൽ എവിടെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഖുർആനിലോ ഹദീസിലോ കണ്ടിട്ടില്ല. ഏതറ്റം വരെയും അവർക്ക് ഉയർന്നു പോകാൻ പറ്റിയ, സമൂഹം ഇമ്പോസ് ചെയ്തിട്ടുള്ള പരിമിതികൾ ഉണ്ടാകുമെന്നില്ല. അത് ഇസ്ലാം പ്രമാണങ്ങൾ നിലക്ക് കായികമായോ ശാരീരികമായോ ബുദ്ധിപരമായോ ആത്മീയമായോ മുസ്ലിം സ്ത്രീയെ ഉയരുന്നതിൽ നിന്ന് വിലക്കുന്ന ഒരു പ്രമാണങ്ങളും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു ലേഖനം വായിച്ചിരുന്നു. ഒരു സോക്കർ പ്രേമിയായ, ഒരു സോക്കർ ക്രേസിയായ ഒരു മുസ്ലിം സ്ത്രീ എഴുതിയ ലേഖനം. യൂറോപ്പിൽ സോക്കർ ക്ലബിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയപ്പോൾ ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ആ സങ്കടം പങ്കുവെക്കുന്ന ഒരു ലേഖനപ്പെടുത്തി ഞാൻ വായിച്ചിരുന്നു. ഇങ്ങനത്തെ പ്രയാസങ്ങൾ യഥാർത്ഥത്തിൽ സെക്യുലർ ലോകത്ത് മുസ്ലിം സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹിജാബ് ഇട്ടുകൊണ്ട് ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത, മുന്നോട്ട് വരാൻ പറ്റാത്ത പ്രയാസങ്ങൾ സെക്യുലർ ലോകത്ത് മുസ്ലിം പെൺകുട്ടികൾ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാതെ ഇസ്ലാമിക പ്രമാണങ്ങൾ ഇത്തരം കാര്യങ്ങൾ വിലക്കുന്നതായിട്ട് ഒന്നും തന്നെ എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാം. അസ്സലാമു അലൈക്കും. ഇവിടെ ടി.കെ. ഇക്ബാൽ സാഹിബിൻ്റെ സംഭാഷണത്തിൽ സൂചിപ്പിച്ചു ഹിജാബ് എന്നുള്ളത് ഒരു ചോയ്സാണ് എന്നുള്ളത്. ഹിജാബ് എങ്ങനെയാണ് ഒരു ചോയ്സായി മാറുന്നത്? കൃത്യമായിട്ട് ഖുർആനിക അധ്യാപനങ്ങളിൽ അതൊരിക്കലും ചോയ്സ് ആയിട്ടല്ല കൺസിഡർ ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും സൂറത്ത് നൂറിലെ 31-ാം സൂക്തത്തിൽ. അപ്പോൾ ഹിജാബ് എന്നുള്ളത് ഒരിക്കലും ചോയ്സ് അല്ലാതിരിക്കുകയും എന്നാൽ നിക്കാബ് അതുപോലെ തന്നെ ബുർഖ പോലെയുള്ളത് ചോയ്സായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹിജാബിന് നമുക്കെങ്ങനെയാണ്? പഠിച്ചും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ധരിക്കണം. നമുക്ക് മുസ്ലിം സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് നിർബന്ധമായിരിക്കെ അതിന് ചോയ്സ് എന്നുള്ളൊരു ടേമിൽ ഉപയോഗിക്കുന്നതിൽ ഒരു ശരിയല്ല. ആ ഒരു പദത്തിൽ എത്രത്തോളം സാധ്യത ഉണ്ട്? ചോദ്യം മനസ്സിലായി. അത് ഞാൻ നിങ്ങളെ ലിബറൽ ഭാഷയിൽ പറഞ്ഞതാണ്. അതായത് ലിബറലുകളുടെ കാഴ്ചപ്പാടിൽ, സെക്യുലറിസ്റ്റ് ഫെമിനിസ്റ്റുകളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഹിജാബ് ധരിക്കുന്നത് പുരോഗമന വിരുദ്ധമാണ്. മനസ്സിലായില്ലേ? പുരോഗമന വിരുദ്ധമാണ്, യാഥാസ്ഥിതികത്വമാണ്, പഴഞ്ചനാണ്, പിന്തിരിപ്പത്വമാണ്. ഞാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ വിധി, അള്ളാഹുവിൻ്റെ കൽപ്പന പരിധി പാലിച്ചുകൊണ്ട് ഹിജാബ് ധരിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു എന്നൊരാൾ തീരുമാനിച്ചാൽ അതെൻ്റെ ചോയ്സാണ്. ലിബറലുകളോട് പറയാനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് ജീവിക്കാനും ഹിജാബ് ധരിക്കാനും പർദ്ദ ധരിക്കാനും അതനുസരിച്ച് മുസ്ലിമായിട്ട് ഇസ്സത്ത് ഉയർത്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുമുള്ള ചോയ്സ് ഈ സ്പേസിനുള്ളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് അനുവദിച്ച് തരണം എന്ന് അവരുടെ ഭാഷയിൽ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാതെ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മധുരമായ ചോയ്സുകളാണ്. അള്ളാഹു നൽകിയിട്ടുള്ള മധുരമായ വിലക്കുകളാണ്, മധുരമായ പരിധികളാണ്. ഈ പരിധികൾ നമ്മൾ മനസ്സറിഞ്ഞ് വിധേയത്വത്തോടുകൂടി തൗഅൻ വ കർഹൻ എന്ന് പറഞ്ഞതോടുകൂടി നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സത്യവിശ്വാസികളാകുന്നത്, മുസ്ലിങ്ങളാകുന്നത്, മുഅ്മിനത്തുകളാകുന്നത്. ക്ലിയറാണോ? ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് നമ്മൾ ക്യാമ്പസുകളിലടക്കം പ്രാവർത്തികമാക്കേണ്ട ഒരു രീതിയാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്ന് ഏറ്റവും അധികം പൊതുസമൂഹത്തിൽ ഇസ്ലാം വിരുദ്ധ പൊതുബോധം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ആ ഇടയ്ക്ക് നമ്മളിൽ തന്നെ ഇസ്ലാമിനെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കപ്പെടാതെ മനസ്സിൽ അടിഞ്ഞുകൂടുകയാണെങ്കിൽ നമുക്ക് ഈ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു അപകർഷതാബോധം അനുഭവിക്കുക നമ്മൾ ചെയ്യാം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ബാക്കി ഒരുപാട് വലിയ യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരുപാട് കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ഇഷ്ടങ്ങൾ തേടി പഠിക്കാൻ വേണ്ടി പോകുന്ന ആളുകളാണ്. ആ നിലയ്ക്ക് നമ്മൾ കുറച്ച്, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇസ്ലാമിനെക്കുറിച്ച് അതിൻ്റെ ആശയ അടിത്തറകൾ പ്രമാണത്തിൽ നിന്നുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനെയും പ്രവാചക സുന്നത്തിനെയൊക്കെ തന്നെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വിശദമായി പഠിക്കുവാനുള്ള ഒരു അവസരം നിങ്ങൾ സ്വയം കണ്ടെത്തണം. ഒരുപക്ഷെ നിങ്ങളുടെ പഠന ജീവിതത്തിൽ അതിനുള്ള തുറസ്സില്ല എങ്കിൽ അത്തരം തുറസ്സുകൾ
നിങ്ങൾ സ്വയം കണ്ടെത്തുകയും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. അത്തരം ചില സംവിധാനങ്ങളിലേക്ക് നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.